എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരായിരുന്നു? ഭാർഗവി തങ്കപ്പ. ഭാർഗവി തങ്കപ്പ. ഒന്നെണ്ണ ഇത് വല്ലാത്ത അടിയായി പോയിട്ടോ. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് നഗരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നക്ഷത്ര ജുവൽസ് ആണ്. ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി പ്രവർത്തിക്കുന്ന അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. നക്ഷത്ര ജുവൽസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ നഗരൂർ ജംഗ്ഷനിലാണ്. ഞങ്ങളുടെ ഈ സമ്മാനം ലഭിക്കുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത്. തങ്ങളുടെ പേര്? എൻ്റെ പേര് രാജീവ്. എവിടെയാണ് സ്ഥലം? കൊടുവന്നൂർ. അഹല്യ. അഹല്യ. എവിടെ പോകാൻ നിൽക്കുന്നു? അനിയത്തിൻ്റെ വീട്ടിൽ പോകാൻ. ഓക്കെ, യാത്രയ്ക്ക് വേണ്ടി നിൽക്കുകയാണല്ലേ. അപ്പോൾ ഞങ്ങളുടെ കൈവശം കല്ലമ്പലം റോഡിൽ പ്രവർത്തിക്കുന്ന നക്ഷത്ര ജുവൽസ് നൽകുന്ന സമ്മാനമാണ്. ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെ വിപുലമായ ഒരു ശേഖരമാണ് അവരുടെ ഷോപ്പിലുള്ളത്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? കീഴടക്കിയ ഇന്ത്യ വനിത അറിയാമോ? അറിയാമോ? അമ്മയ്ക്ക് അറിയാമോ? അമ്മ ഒരു പക്ഷേ സിസ്റ്റർ പറയൂലേ, എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യൻ വനിത? കൽപ്പന ചൗള അല്ല, അത് ബഹിരാകാശത്താണ് പോയത്. കൽപ്പന ചൗള. നീൽ ആംസ്ട്രോങ്. അത് ചന്ദ്രനിൽ പോയ ആദ്യ വ്യക്തി ആരാണെന്നാണ് നമ്മൾ നീൽ ആംസ്ട്രോങ്ങിന്. അപ്പോൾ ഞങ്ങളുടെ കൈവശം നക്ഷത്ര ജുവൽസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമായി പ്രവർത്തിക്കുന്ന അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരായിരുന്നു? അറിയാമോ? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത? അറിയില്ല. വനിതകളെല്ലാം പിന്നോട്ട് പോവുകയാണ്. നിങ്ങളിൽ ഒരാളായ ഒരു വനിതയാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത. അതാരാണെന്ന് അറിയാമോ? അറിയില്ല. അറിയില്ല. സുജന കൃപലാനി. സുജന കൃപലാനി അല്ലേ ആദ്യ ഇന്ത്യൻ വനിതയാണ്? ആദ്യ ഇന്ത്യൻ വനിത കൃപലാനി അല്ലേ? അല്ല, സുനിത. സുനിത ബഹിരാകാശത്ത് പേരാണല്ലോ. അറിയാമോ? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത? കൽപ്പന ചൗള. കൽപ്പന ചൗള ബഹിരാകാശത്ത് പോയത്? അറിയില്ല. വല്ല പിടുത്തമുണ്ടാണോ? അറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. അപ്പോൾ ഇന്ന് നക്ഷത്രം നൽകിയിരിക്കുന്ന മനോഹരമായ ഒരു സമ്മാനവുമാണ് ഞങ്ങൾ വീണ്ടും നഗരൂരിൽ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നൽകിക്കഴിഞ്ഞാൽ സമ്മാനം ഈ സ്റ്റാൻഡ് വിട്ട് പോകില്ല. ഇന്നത്തെ ചോദ്യം ഇതാണ്: എവറസ്റ്റ് കൊടുമുടി ഉണ്ടല്ലോ, ഏറ്റവും കൂടിയ ഉയർന്ന പർവ്വതം. അപ്പോൾ ഈ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? നല്ല കമന്റ് അടിക്കുന്ന മാമയാണ്. കമന്റ് മാത്രമേ നടക്കുള്ളൂ, കാര്യം നടക്കില്ല. എനിക്കറിയില്ല. എനിക്കും അറിയാൻ ഇല്ല, എനിക്കറിയാൻ വയ്യ. അല്ല, ഒരു അറിയാമായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. ആര്? IAS എഴുതിയ ആളാണ്, അത് മറന്നുകൊണ്ട. ആരാണ്? ഒരു വിഷയത്തിനാണ് തോറ്റത്. അപ്പോൾ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഞങ്ങളുടെ കൈവശം നക്ഷത്ര ജുവൽസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരായിരുന്നു? അറിയത്തില്ല.
നഗരൂരിലെത്തുന്നവർക്ക് നല്ല ചായ അടിച്ചു നൽകുന്ന നമ്മളെ ലാലെണ്ണ അല്ലേ? അതെ, ലാലു. അപ്പോൾ നല്ല രീതിയിലുള്ള ചായയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൈവശം നക്ഷത്ര ജുവൽസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണുള്ളത്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ആരായിരുന്നു? ഭാർഗവി തങ്കപ്പൻ. ഭാർഗവി തങ്കപ്പൻ. ആരാണ് എന്നെ കളിയാക്കണ? ആദ്യ വനിത നല്ല ഓർമ്മയുണ്ട്. എന്തൊരു ഹിലാരി എണ്ണ, ടെൻസിംഗ് ഹിലാരി, അവർ രണ്ടുപേരാണ് ആദ്യം എവറസ്റ്റ് കീഴടക്കി. ആദ്യ വനിത ആരെന്നാണ് അറിയേണ്ടത്. പക്ഷെ അണ്ണ നമ്മളെ ചിരിപ്പിക്കുകയാണ് കേട്ടോ. ഈ അവർ രണ്ടുപേരല്ല, അപ്പൊ ഹിലാരി അല്ല, ഈ ഭാർഗവി തങ്കപ്പൻ ഇത് കാണുന്നവരെയും കൂടെ ചിരിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ അണ്ണ? എന്തായാലും നേതാവാണല്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം അറിയണ്ടേ? ബജേന്ദ്രി പാലാണ്. അതേ കണക്ക് അല്ല, ഇത് ബജേന്ദ്രി പാൽ എന്ന് പറഞ്ഞൊരു വനിതയാണ്. ഇന്ത്യൻ പർവ്വതാരോഹകയാണ്. 1984 എവറസ്റ്റ് കീഴടക്കിയ ഇവർക്ക് രാജ്യം അർജുന അവാർഡും പത്മശ്രീയും നൽകി ആദരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.